ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സ്റ്റാൻലിയെ ചോദ്യം ചെയ്യുന്നതിനായി എൽസമ്മയും വീട്ടുകാരും കുളത്തൂർ പുഴയിലെത്തിയിട്ടുണ്ട്. അവരുടെ കൂടെ കുറച്ച് രാഷ്ട്രീയക്കാരും അഞ്ചലിലെ വികാരിയച്ഛനുമുണ്ട്. രണ്ടും കൽപ്പിച്ചാണ് അവരുടെ വരവ്. അലീനയെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം, മാത്രമല്ല സ്റ്റാൻലിയുടെ സ്വത്തുക്കളെല്ലാം എൽസമ്മയുടെയും മക്കളുടെയും പേരിലേക്ക് മാറ്റുകയും വേണം. വന്നവരെല്ലാം ലിവിംഗ് റൂമിൽ ഒത്തുകൂടി. അവർക്കിരിക്കാനുള്ള സോഫയും കസേരയും മേശയെല്ലാം സ്റ്റാൻലി ആൻഡപ്പനോട് പറഞ്ഞ് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. ഒത്ത നടുക്ക് ഒരു കസേരയിട്ട് സ്റ്റാൻലി വരുന്നു. സ്റ്റാൻലിയുടെ ഇടവും വലവുമായി രണ്ട് നായ്ക്കളും. ആരെയും പേടിക്കാതെ ഒരു കൂസലുമില്ലാതെ എന്തും നേരിടാൻ തയ്യാറായാണ് സ്റ്റാൻലിയുടെ ഇരിപ്പ്. വന്നവരുടെ കൂട്ടത്തിൽ സ്ഥലം MLA ഉണ്ടായിരുന്നു. അയാൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വന്നെന്നറിഞ്ഞിട്ട് മിസ്റ്റർ സ്റ്റാൻലി പുറത്തേക്കൊന്നും വന്നില്ല. അത് കേട്ടവിടെ സ്റ്റാൻലിയുടെ മറുപടി വന്നു, അല്ലേലും ഞങ്ങൾ സോൾജേഴ്സ് ശത്രുക്കളെ മാലയിട്ട് സ്വീകരിക്കാറില്ല. ഇതേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് MLA പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വെടിയുണ്ടകൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതിയല്ലേ മിസ്റ്റർ സ്റ്റാൻലിയിൽ നിന്ന്? അതിന് മറുപടിയൊന്നും നൽകാതെ സ്റ്റാൻലി എല്ലാവരോടായി പറയുന്നുണ്ട്, വന്ന കാലിൽ നിൽക്കാതെ എല്ലാവരും ഒന്ന് ഇരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയാ ഈ സോഫയും കസേരയെല്ലാം വലിച്ചിട്ടിരിക്കുന്നത്. വന്നിരിക്കുന്ന രാഷ്ട്രീയക്കാരിൽ പലരെയും സ്റ്റാൻലിക്ക് മുൻപരിചയമുണ്ട്. എങ്കിലും ഒരു പരിചയപ്പെടുത്തലിന് വിധേയനായി അയാൾ അവിടെ ഇരുന്നു കൊടുത്തു. ബാക്കിയുള്ളവർ റീത്താമി എൽസമിയും അവരുടെ ബന്ധുക്കളുമായിരുന്നു. ഓരോരുത്തരും ഓരോ കസേരയിൽ കയറിയിരുന്നു. റീത്താമി എൽസമിയും കുട്ടികളും ഒരേ സോഫയിലാണ് ഇരുന്നിരുന്നത്. ഇടയ്ക്ക് ടെൽസ എഴുന്നേറ്റ് പോകാൻ നോക്കുന്നുണ്ടായിരുന്നു. ടാനിയാണ് അവളെ പിടിച്ചിരുത്തിയിരുന്നത്. അതിൻ്റെ പേരിൽ അവൾ ടാനിയായെ പിച്ചുകയും മാന്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തോമസ് പരുത്തിക്കാടൻ സ്റ്റാൻലിയോട് ചോദിക്കുകയാണ്, അല്ല സ്റ്റാൻലി, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എന്തോന്ന് വിശേഷം, പുതിയ 3 കുപ്പികൾ വന്നിട്ടുണ്ട്. സിംഗപ്പൂരിലുള്ള എൻ്റെ ഫ്രണ്ട്സ് കൊടുത്തയച്ചതാ. സ്റ്റാൻലിയുടെ കളിയാക്കലിൻ്റെ ജാള്യത മറയ്ക്കാനായി തോമസ് പരുത്തിക്കാടൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഓ, ഈ സ്റ്റാൻലി ഒരു തമാശക്കാരൻ തന്നെ. കൂട്ടത്തിൽ മറ്റൊരാൾ ചോദിക്കുന്നുണ്ട്, അല്ല മിസ്റ്റർ സ്റ്റാൻലി ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? ഏയ് അല്ലല്ല, എൻ്റെ കൂടെ വേറെയും മനുഷ്യരുണ്ട്. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും പക്ഷികളും ഉണ്ട്. അപ്പോൾ ഭാര്യയും മക്കളും കൂടെയല്ലേ താമസം? ഇത് കേട്ട് സ്റ്റാൻലി അവരുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് പറയുകയാണ്. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാ ഇങ്ങനൊരു ചോദ്യം? അവർ വീണ്ടും ചോദിച്ചു, അതെന്താ സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളും സ്റ്റാൻലിയുടെ കൂടെ നിൽക്കാത്തത്? അതെന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിക്കണം. ശരി, സമ്മതിച്ചു. നിങ്ങൾ എന്തുകൊണ്ടാണ് അവരുടെ കൂടെ താമസിക്കാത്തത്? എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. അങ്ങനെയാണല്ലോ വേണ്ടത്. സി, എൻ്റെ ഭാര്യയുടെ ബന്ധുക്കൾ നിങ്ങളുടെ തലയിൽ കുത്തിവെച്ച ചില അസംബന്ധങ്ങളുമായി നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ വരരുത്. മിസ്റ്റർ സ്റ്റാൻലി, നിങ്ങളോട് മാന്യമായി പെരുമാറണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അതിന് നിങ്ങളാരും ഞാൻ ക്ഷണിച്ചിട്ട് വന്നവരൊന്നുമല്ലല്ലോ. എന്നെ ആക്രമിക്കാൻ കച്ച കെട്ടി വന്നവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ എന്ത് മാന്യമായ സംസാരം? തുടങ്ങിക്കോ. നിങ്ങളെ ചോദ്യങ്ങൾ ഓരോന്നായി പോരട്ടെ. അല്ല മിസ്റ്റർ സ്റ്റാൻലി, കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കണ്ടേ? അറിയാവുന്ന കാര്യങ്ങളെ സംസാരിക്കാവൂ. ഉപദേശിക്കാനും പഠിപ്പിക്കാനും നിൽക്കരുത്. അടുത്തോടും വികാരിയച്ഛൻ്റേതായിരുന്നു. സ്റ്റാൻലി, നിങ്ങളുടെ ഭാര്യ എന്നെ സമീപിച്ചിരുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. അത് നമുക്ക് രമ്യമായി പരിഹരിക്കാം. നിങ്ങളുടെ ഭാര്യ പറഞ്ഞ അനുസരിച്ചാണ് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നത്. അത് സ്റ്റാൻലിയും മനസ്സിലാക്കണം. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഫാദർ കാര്യം എന്നതാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അധികം വളച്ചുകെട്ടലൊന്നും വേണ്ട. ശരി, അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ഞങ്ങളിവിടേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻലി ഇവിടെ ഒരു പെൺകുട്ടിയെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അതിൻ്റെ സത്യാവസ്ഥയൊന്നറിയണം. അതേപ്പറ്റി സ്റ്റാൻലിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും ചില ആശങ്കകളും പരാതികളും ഉണ്ട്. അതേപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. വെയിറ്റ് 1 മിനിറ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി പെട്ടെന്ന് ഹാള് വിട്ട് പുറത്തേക്ക് പോയി. വന്നവരെല്ലാം ഒന്ന് അമ്പരന്നു. സ്റ്റാൻലി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ എൽസമ്മയുടെ സഹോദരൻ അച്ഛൻ കുഞ്ഞ് പറയുന്നുണ്ട്, നമ്മൾ ഇവിടേക്ക് വന്നത് എന്തിനാണെന്നുള്ളത് മറന്നു പോകരുത്. ആ പെണ്ണിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. പിന്നെ സ്വത്തിൻ്റെ കാര്യം, ഈ 2 കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ നമ്മൾ ഇവിടുന്ന് മടങ്ങത്തുള്ളൂ. തിരികെ വന്ന സ്റ്റാൻലിയുടെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ട് വന്നവരെല്ലാം ആശ്ചര്യത്തോടെ അവളെ തന്നെ നോക്കി. സ്റ്റാൻലി അവളെ എല്ലാവരും കാണത്തക്ക വിധത്തിൽ ഒത്ത നടുക്ക് കൊണ്ടുപോയി നിർത്തി. ഒരു വലിയ ആൾക്കൂട്ടത്തിന് മുമ്പിൽ ഒത്ത നടുക്കിൽ തന്നെ കൊണ്ടുപോയി നിർത്തിയപ്പോൾ അലീനയ്ക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി. അവൾ എല്ലാവരെയും മാറി മാറി നോക്കി. ചിലരുടെ മുഖത്ത് ആശ്ചര്യമാണെങ്കിൽ ചിലരുടെ മുഖത്ത് ദേഷ്യമാണ് ഭാവം. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അലീന. തുടർന്ന് സ്റ്റാൻലി പറയുകയാണ്, ഇനി ചിലപ്പോൾ ഇതുപോലൊരു സന്ദർഭം കിട്ടിയെന്ന് വരില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഉണ്ട്. ഈ നിൽക്കുന്ന പെൺകുട്ടി എൻ്റെ മകളാണ്. പേര് അലീന. വയസ്സ് 24. ഔപചാരികമായിട്ടുള്ള ആദ്യത്തെ പരിചയപ്പെടുത്തലാണിത്. എല്ലാവരുടെയും നോട്ടം പെട്ടെന്ന് അലീനയുടെ നേർക്കായി. അവൾക്ക് വല്ലാത്ത ജാള്യത തോന്നി. ഒരാശ്രയത്തിനായി അവൾ പപ്പയോട് ചേർന്ന് നിന്നു. അപ്പോഴേക്കും സ്റ്റാൻലിയുടെ അടുത്ത ചോദ്യം വന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. അതിനു മുമ്പ് പൊതുവായ ചില സംശയങ്ങൾക്ക് ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ മറുപടി പറയാം. എൻ്റെ ഈ മകൾ ജീവിച്ചിരിക്കുന്നു എന്ന വിവരം നിങ്ങളെല്ലാവരെയും പോലെ തന്നെ ഈ അടുത്ത കാലം വരെ എനിക്കറിയില്ലായിരുന്നു.
ഒരു ഓർഫനേജിലാണ് ഇത്രയും കാലം അവൾ ജീവിച്ചത്. 24 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അത് പരാജയപ്പെട്ടു പോയി. ആ ബന്ധത്തിൽ എനിക്ക് ജനിച്ച മകളാണിവൾ. ഉടൻ തന്നെ എൽസമ്മയുടെ സഹോദരൻ സ്റ്റീഫൻ ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുകയാണ്, ഈ കഥയൊന്നും ഇതിനു മുമ്പ് ഇവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ആ, പറയേണ്ട ആവശ്യം വന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ടിത് എൽസമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പറഞ്ഞില്ല? നിങ്ങൾ അവളെ ചതിക്കുകയായിരുന്നില്ലേ? തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും ഇനി ഇവിടെ പ്രസക്തിയില്ല. വെറുതെ സമയം കളയാമെന്ന് മാത്രം. അപ്പോഴേക്കും അച്ഛൻ കുഞ്ഞിൻ്റെ ചോദ്യം വന്നു. ഞങ്ങളുടെ എൽസമ്മയ്ക്കാണ് വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ അതറിയുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും സ്റ്റാൻലി? അച്ഛൻ കുഞ്ഞ് ഓർക്കാപ്പുറത്ത് ചോദിച്ചതാണെങ്കിലും അതൊരു കനത്ത ചോദ്യമാണെന്ന് എല്ലാവർക്കും തോന്നി. ഒരു മിനിറ്റ് നേരത്തെ മൗനത്തിന് ശേഷം സ്റ്റാൻലി പറഞ്ഞു, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എൽസമ്മയ്ക്കും ഉണ്ട്, എന്നെ കൊല്ലുന്നതൊഴികെ. അങ്ങനെ ഒരു മറുപടി ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ മറുപടിയുടെ സാധ്യതകൾ അനന്തമാണ്. ക്ഷമിക്കുന്നത് മുതൽ ബന്ധം വേർപ്പെടുത്തുന്നതുവരെ ആ സാധ്യതകളിൽ പെടും. വന്നവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ഉടനെ സ്റ്റാൻലിയുടെ അടുത്ത മറുപടി വന്നു, ഇതെൻ്റെ മകളാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ബ്ലഡ് സാമ്പിളുകൾ എടുത്തുകൊണ്ടുപോയി പരിശോധിച്ച് നോക്കാം. അത്രയും കേട്ടപ്പോഴേക്കും എൽസമ്മയുടെ സഹോദരി ആൻമരിയുടെ ഭർത്താവ് മൈക്കിൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ഇത്രയും കാലം ഓർഫനേജ് ജീവിച്ചവളെ എന്തിനിങ്ങോട്ട് കെട്ടിയെടുത്തു? അങ്ങനെ അങ്ങ് വിട്ടാൽ പോരായിരുന്നോ നിങ്ങൾക്ക്? ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, മൈക്കിളെ, അപ്പൻ അമ്മ ആരെന്നറിയാതെ അനാഥയെ പോലെ ജീവിച്ചവളാ എൻ്റെ മകൾ. അത് അവളുടെ തെറ്റല്ല, മറ്റാരുടെയൊക്കെയോ തെറ്റുകളാണ്. അതിൻ്റെ ശിക്ഷ അവളല്ല അനുഭവിക്കേണ്ടത്. അപ്പോൾ വികാരിയച്ഛൻ പറയുകയാണ്, ഈ കുട്ടിയെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്കോ കോൺവെന്റിലേക്കോ മാറ്റി താമസിപ്പിച്ചൂടെ? ഒന്നാലോചിച്ചാൽ അതല്ലേ ശരി. അപ്പോഴേക്കും സ്റ്റാൻലിയുടെ മറുപടി വന്നു, അച്ചോ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. കണ്ടിടത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല ഞാൻ എൻ്റെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. എനിക്ക് എൻ്റെ മകളോടൊപ്പം താമസിക്കുന്നതാണ് ഇഷ്ടം. അവൾ കുറച്ചു കാലെങ്കിലും സന്തോഷമായും സുഖമായും എൻ്റെ കൺമുമ്പിൽ ജീവിക്കുന്നത് എനിക്ക് കാണണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവളെ എന്നിൽ നിന്നും അകറ്റുന്ന ഒരു കാര്യവും കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതേക്കുറിച്ച് ആരും ചിന്തിക്കുകയും വേണ്ട. ഞാൻ അവളെ ഉപേക്ഷിക്കില്ല. എൻ്റെ മകൾ എൻ്റെ കൂടെ തന്നെയുണ്ടാവും. പപ്പയുടെ ഈ വാക്കുകൾ കേട്ടതും അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഈ സമയത്ത് പപ്പ തന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചു. അപ്പോൾ സ്റ്റാൻലി അലീനയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുക, മോൾ അകത്തേക്ക് പോയിക്കോ, ഇവർക്കൊക്കെ ചായ ഇട്ട് കൊടുക്കണം. സ്റ്റാൻലി അവളുടെ തോളത്ത് മൃദുവായി ഒന്ന് തട്ടി. അലീന തലയാട്ടിക്കൊണ്ട് തിരിച്ചു നടന്നു. പെട്ടെന്ന് സേവിച്ച് എഴുന്നേറ്റ് നിന്ന് പറയുക, അങ്ങനെ അങ്ങ് പോയാൽ പറ്റത്തില്ലല്ലോ. ഞങ്ങൾക്ക് ഇവളോട് ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെയുണ്ട്. എന്തോന്ന് ചോദിക്കാനും പറയാനുണ്ടെന്ന്? എൻ്റെ മോളോട് ആരും ഒന്നും ചോദിക്കുകയും വേണ്ട, സംസാരിക്കുകയും വേണ്ട. മോശമായ ഒരു വാക്കോ ഒരു നോട്ടമോ പോലും ഒരു പക്ഷേ ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല. അലീന അത് കേട്ടുകൊണ്ട് ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്റ്റാൻലിക്ക് വേറെ മക്കളുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ ഈ ശുഷ്കാന്തി കാണിക്കാറുണ്ടോ? വികാരിയച്ഛൻ വല്ലാത്ത നീരസത്തോടുകൂടിയാണ് ഇത് ചോദിച്ചത്. സോറി ഫാദർ, സ്നേഹവും കരുതലും ഇവിടെ വെറുതെ വിളമ്പുന്നില്ല. ആവശ്യമുള്ളവർക്ക് മാത്രമേ ഞാൻ അത് കൊടുക്കാറുള്ളൂ. അപ്പോൾ മൈക്കിൾ വീണ്ടും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, 24 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം ഇപ്പോൾ എന്തിനു ഏറ്റെടുത്തു എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. അതിന് സ്റ്റാൻലിയുടെ മറുപടി എങ്ങനെയായിരുന്നു? ആ, സ്റ്റാൻലിയുടെ മകളെ ഏത് കുപ്പത്തൊട്ടിയിൽ കിടന്നാലും അവൾ സ്റ്റാൻലിയുടെ മകൾ തന്നെയാണ്. അവൾ അർഹിക്കുന്നിടത്ത് അവൾ എത്തണം. അവളെത്തി, അത്ര തന്നെ. അപ്പോൾ സ്റ്റീഫൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കുടുംബത്തിന് അഭിമാനമാണോ സ്റ്റാൻലി? മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ കൊള്ളാവോ ഇതൊക്കെ? സ്റ്റാൻലി ചെയ്ത തെറ്റിൻ്റെ ഫലം ആരൊക്കെ അനുഭവിക്കണം? ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, സംഭവിച്ചതൊന്നും ഇനി തിരുത്താൻ പറ്റില്ല. പെട്ടെന്ന് അച്ഛൻ കുഞ്ഞ് എഴുന്നേറ്റ് ചോദിക്കുകയാണ്, സ്റ്റാൻലി അവളെ മാറ്റി പാർപ്പിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണോ? ഉടൻ തന്നെ സ്റ്റാൻലിയുടെ മറുപടി എത്തി. സ്റ്റാൻലിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, എങ്കിൽ സ്റ്റാൻലി ഒരു കാര്യം ചെയ്യണം. ഉള്ള സ്വത്തൊക്കെ 5ആയി ഭാഗിച്ച് 5ൽ 4 ഭാഗവും എൽസമ്മയുടെയും പിള്ളേരുടെയും പേരിൽ തീർ എഴുതി കൊടുക്കണം. ആഹാ, അപ്പോൾ ആ ഒരു ഭാഗം ആർക്കാണാവോ? അത് സ്റ്റാൻലിക്ക്. അത് ശരി, അപ്പോൾ അലീനയ്ക്കോ? സ്റ്റാൻലിയുടെ വിഹിതം സ്റ്റാൻലിക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാലോ. അല്ല, ഇതാരുടെ ഐഡിയ? അതല്ലേ സ്റ്റാൻലി അതിൻ്റെ ഒരു ന്യായം. ഓ, അങ്ങനെയാണോ? ഞാൻ സമ്പാദിച്ച സ്വത്തൊക്കെ ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? അതെൻ്റെ മക്കൾക്ക് കൊടുക്കണോ അതോ കടലിൽ കൊണ്ടുപോയി കലക്കണോ എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിക്കും. ഉടനെ സ്റ്റീഫൻ പറയുകയാണ്, അതാണല്ലോ നാട്ടു നടപ്പ്. ഒരു പരമ്പരാഗത രീതി ഉണ്ടല്ലോ സ്റ്റാൻലി, അതനുസരിച്ച് മക്കൾക്കാണ് അപ്പൻ്റെ സ്വത്ത്. ആരും കടലിലൊന്നും കൊണ്ടുപോയി കലക്കാറില്ല. അതിനുള്ള സമയമാവട്ടെ, അപ്പം ഞാൻ തീരുമാനിക്കാം ആർക്കൊക്കെ കൊടുക്കണം ആർക്കൊക്കെ വേണ്ടാന്ന്. അപ്പോഴേക്കും അച്ഛൻ കുഞ്ഞിൻ്റെ അടുത്ത ചോദ്യം വന്നു, ആ സമയത്തേക്ക് ഈ സ്വത്തൊക്കെ ഉണ്ടാവുമെന്ന് എന്താ ഉറപ്പ്? കല്യാണത്തിന് മുമ്പും പിമ്പുമായി നിങ്ങൾക്ക് എത്ര അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് ആർക്കറിയാം? ഇനിയും അവകാശം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും അനാഥാലയത്തിൽ നിന്ന് വന്നാലോ? അവിടെ വഴിയാധാരമായി പോകുന്നത് എൻ്റെ പെങ്ങളല്ലേ, അവളുടെ മക്കളല്ലേ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു തീർച്ച വേണം. അപ്പോൾ അതാണ് കാര്യം. സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം
അതാണ് ഈ സംഘം ചേർന്നുള്ള വരവിൻ്റെ ഉദ്ദേശം അല്ലേ? അപ്പോൾ വികാരിയച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല സ്റ്റാൻലി. സ്റ്റാൻലിയുടെ സ്വത്ത് ഭാര്യയ്ക്കും മക്കൾക്കും അവകാശപ്പെട്ടതാണെന്നായിരുന്നു അവരുടെ ധാരണ. എന്നാൽ ഈ പെൺകുട്ടി വന്നതോടെ ആ ധാരണ തെറ്റിയിരിക്കുന്നു. എൽസമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉടനെ സ്റ്റാൻലിയുടെ മറുപടി വന്നു, എൽസമ്മ പോയി ബിൽഗേറ്റ്സിന് കല്യാണം കഴിക്കട്ടെ. അയാൾക്കാണെങ്കിൽ ആയിരക്കണക്കിന് കോടികളുടെ വരുമാനമുണ്ട്. ഓരോ വർഷവും വമ്പിച്ച സുരക്ഷിതത്വ ബോധവും കിട്ടും. അപ്പം അച്ഛൻ കുഞ്ഞ് ചോദിക്കുകയാണ്, നിങ്ങളെന്താ സ്റ്റാൻലി ഞങ്ങളെ കളിയാക്കുകയാണോ? അതെ, സംശയം എന്താ, കളിയാക്കിയത് തന്നെയാണ്. ഭർത്താവിൻ്റെ സ്വത്താണ് ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് കരുതിയ ഭാര്യയുടെ കൂടെ ജീവിച്ചതാണ് ഫാദർ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. സ്റ്റാൻലി അങ്ങനെ പറയരുത്. എൽസമ്മയുടെയും മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ ഓരോ പ്രവൃത്തികൾ അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അതെൻ്റെ കുറ്റമല്ല ഫാദർ. എൻ്റെ റബ്ബർ തോട്ടത്തിലേക്ക് തന്നെ കണ്ണ് നട്ടിരുന്നിട്ടാണ് അങ്ങനെ ഒരു പേടി. ആ കണ്ണ് അവിടെ നിന്ന് എടുക്കാത്തോടത്തോളം കാലം അവർക്കൊരു സമാധാനവും കിട്ടില്ല. ഞാൻ മരിച്ചു പോയേക്കുമോ എന്നുള്ളതല്ല അവരുടെ ചിന്താവിഷയം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് അവർക്ക്. സ്റ്റാൻലിയുടെ കടമ സ്റ്റാൻലി ചെയ്യണ്ടേ? സോറി ഫാദർ, കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന 2 കാര്യങ്ങളും നടക്കില്ല. 1, എൻ്റെ മക്കളെ ഇവിടുന്ന് പറഞ്ഞയക്കില്ല. 2, എൻ്റെ സ്വത്ത് തൽക്കാലം ഭാഗം വെക്കുന്നില്ല. ഇനി കൂടുതലൊന്നും പറയാനില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ഇത്രയും കാലം നോക്കിക്കൊണ്ടിരുന്നത്. അതിന് ഒരു കുറവും ഇതുവരെ വരുത്തിയിട്ടില്ല. വേറെ ഒന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ വെച്ച് നിർത്താം. അപ്പോഴേക്കും വീണ്ടും അച്ഛൻ കുഞ്ഞ് ചാടി എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ തന്നിഷ്ടത്തിന് ഓരോന്ന് തീരുമാനിച്ചാൽ പോരല്ലോ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോയില്ല. അപ്പോഴേക്കും സ്റ്റീഫൻ എഴുന്നേറ്റു. സ്റ്റാൻലി ഇതിനൊരു സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. സ്റ്റാൻലിയെ തടഞ്ഞുകൊണ്ട് സ്റ്റീഫൻ പറഞ്ഞു. അപ്പോഴേക്കും പട്ടികളുടെ മുരൾച്ച കേട്ടു. എല്ലാവരും മേശച്ചുവട്ടിലേക്ക് നോക്കി. ശാന്തരായി കിടന്നിരുന്ന നായ്ക്കൾ രണ്ടും എഴുന്നേറ്റ് കാതു കൂർപ്പിച്ച് നിൽക്കുകയാണ്. സ്റ്റാൻലി ഒന്ന് വിരൽ ഞൊടിച്ചാൽ മതി. സ്റ്റീഫൻ്റെയും അച്ചൻകുഞ്ഞിൻ്റെയും നേരെ ചാടാൻ തയ്യാറായി നിൽക്കുകയാണ് അവർ. സംഗതി എത്ര പന്തിയല്ലെന്ന് കൂടെ വന്നവർക്കെല്ലാം തോന്നി. പെട്ടെന്നൊരു ഉൾഭയം എല്ലാവരുടെയും മനസ്സിലും വന്നു. സ്റ്റീഫനും അച്ചൻകുഞ്ഞും 2 അടി പിറകോട്ട് നിന്നു. അവർ വല്ലാതെ പേടിച്ചിരിക്കുന്നു. സ്റ്റാൻലി അവരെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് കിടന്നു. സ്റ്റാൻലിക്ക് പിന്നാലെ വാലാട്ടിക്കൊണ്ട് നായ്ക്കളും പോയി. അതോടെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. മഴത്തോരു മുമ്പേ എന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ഭാഗങ്ങളാണ്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്